അല്ലാഹു അക്ബർ വലില്ലാഹിൽ ചെട്ടി മാസം കണ്ടതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാളിമാരും ഇന്ന് മാർച്ച് 20 പെരുന്നാളായി, ചെറിയ പെരുന്നാളായി ഉറപ്പിച്ച വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മാസപ്പിറവി കണ്ടിരിക്കുകയാണ്. മാസപ്പിറവി കണ്ടു എന്ന് സംയുക്ത മഹൽ ഖാലി സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നാളെ സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളാണ്. ഇത്രയും നേരമായി ചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാസപ്പിറവി ഇന്നുണ്ടാകുമോ, അതല്ല റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കുമോ മാസപ്പിറവി പെരുന്നാളെന്ന് ഒക്കെ സംശയമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുകയാണ്. മാസപ്പിറവി കണ്ടിരിക്കുന്നു. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലാണ് ആദ്യം മാസപ്പിറവി കണ്ടത്. കേരളത്തിൽ ചെറിയ പെരുന്നാൾ നാളെയായിരിക്കും. നാളെ സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തത്സമയം. പെരുന്നാളിനെ നമ്മൾ കാണേണ്ടത് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തഖ്വ എന്നുള്ള സൂക്ഷ്മത നിറഞ്ഞൊരു ജീവിതമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം വിശ്വാസികൾ പുലർത്തിപ്പോകുന്നത്. ആ ഭക്തിക്കുള്ള ഒരു ആഘോഷമായിട്ട് പരിശുദ്ധ ഈദുൽ ഫിത്തറിനെ നമുക്ക് കാണുവാൻ കഴിയും. പെരുന്നാൾ എന്നുള്ളത് സാമൂഹ്യമായ ഒരു വിപ്ലവം കൂടിയാണ്. അതായത് അന്ന് ആരും പട്ടിണി കിടക്കുവാൻ പാടില്ല, എല്ലാവരും സുഭിക്ഷതയോടെ ആ ഒരു ദിവസം കൊണ്ടാടേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിത്ർ സക്കാത്ത്, ഈദുൽ ഫിത്തർ എന്നും ഈ പെരുന്നാളിന് പേരുണ്ട്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് എല്ലാവരിലേക്കും സുഭിക്ഷത ഉറപ്പുവരുത്തുവാനുള്ള മഹത്തായ നിർദ്ദേശമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ പെരുന്നാൾ ഈദ് ആശംസകൾ നേരുന്നു. ഒപ്പം നമുക്കിവിടെ ആഘോഷമാണ്. അതേ അവസരത്തിൽ ഈ ആഘോഷത്തിലൊന്നും പങ്കുചേരാൻ കഴിയാതെ യുദ്ധത്തിൻ്റെയും ഏറ്റുമുട്ടലുകളുടെയും വഴിയിലൂടെയും കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ട്. അവർക്ക് സമാധാനത്തിന് വേണ്ടി എവിടെയും യുദ്ധമുക്തമായൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് സർവശക്തൻ അവിടെ ഉണ്ടാക്കുമാറാകട്ടെ എന്ന രീതിയിൽ ആ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പ്രയാസപ്പെടുന്നവർക്ക് ഫലസ്തീനിലുണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട് പ്രയാസങ്ങൾ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തെ സർവശക്തൻ നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് പെരുന്നാൾ ദിവസം എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് അത് സൂക്ഷ്മമായി ഇപ്പോൾ പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സ്ഥലത്ത് കിട്ടിയ ഉറപ്പ് കിട്ടിയാൽ അത് തന്നെ തെളിവ് ആക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പെരുന്നാളായി പ്രഖ്യാപിക്കുന്നു കേരളം മുഴുവൻ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ സംഘടനയുടെയും പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓക്കെ. നാളെയാണ് ചെറിയ പെരുന്നാൾ. ഇത്ര ദിവസവും നീണ്ട വ്രതാനുഷ്ഠാനം. അതിനുശേഷം ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ മാസപ്ര കണ്ടതിനെ തുടർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അങ്ങനെ മാസപ്പിറവി കണ്ടിരിക്കുന്നു. ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊക്കെ ശേഷം വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലേക്ക് അവർ കടക്കുകയാണ്. ചെട്ടിപ്പടിയിലാണ് മാസപ്പിറവി കണ്ടത്. ഇതേ തുടർന്നാണ് വിവിധയിടങ്ങളിൽ ഖാദിമാർ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.